ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്ററാണ് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത് 1 to 2 മാർക്കാണ്. മാക്സിമം 2 മാർക്കിന് ഈ ചാപ്റ്റർ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഈ ചാപ്റ്റർ പഠിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ ഇന്റർ ഫൈനൽ ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ചാപ്റ്ററിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ ഈ ചാപ്റ്ററിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ CA ഫൗണ്ടേഷൻ എക്സാമിന് ഈ 1 മാർക്ക് അല്ലെങ്കിൽ ഈ 2 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് പോകുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഈ ലീനിയർ ഇനിക്വാലിറ്റീസ് എന്ന് പറയുന്നത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ഈക്വൽ അല്ല, പക്ഷെ അത് തമ്മിലുള്ള റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ലീനിയർ ഇനിക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ലീനിയർ ഇനിക്വാലിറ്റീസ് ലീനിയർ ഇനിക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ഈക്വൽ അല്ല, പക്ഷെ അത് തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അതിനെയാണ് ലീനിയർ ഇനിക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ഇനിക്വാലിറ്റീസ് ആർ സ്റ്റേറ്റ്മെന്റ് വെർ ടു ക്വാണ്ടിറ്റീസ് ആർ അൺഈക്വൽ ബട്ട് എ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം. തമ്മിൽ എന്താണ് അൺഈക്വൽ ആണ്, പക്ഷെ അത് തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം, അത് തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അതിനാണ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത് എന്തൊക്കെ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ഈക്വൽ അല്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഈക്വൽ അല്ല, പക്ഷെ തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യാം? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ 4 സിമ്പിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് തമ്മിൽ റിലേഷന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. ഈ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുന്നോട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ല? ഇതിന്റെ ബേസ് ആണ്, ചാപ്റ്ററിന്റെ ബേസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ 4 ഫോർമുലാസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ചാപ്റ്റർ മൊത്തത്തിൽ പോകുന്നുണ്ടാവുക. ലീനിയർ ഇനിക്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷനെ പറയുന്നത്. ഈക്വൽ അല്ല, പക്ഷെ തമ്മിലുള്ള റിലേഷനെ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ ഇനിക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് ലീനിയർ ഇനിക്വാലിറ്റീസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദ സൊല്യൂഷൻ സ്പേസ്. ലീനിയർ ഇനിക്വാലിറ്റീസ് എന്താണെന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ നോക്കി. ഇനി അടുത്തതാണ് വൺ വേരിയബിൾ. വൺ വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് മാത്രമാണ് വരുന്നത്. ആൾജിബ്രിക് ഫോർമാറ്റിൽ ഒരു ആൾജിബ്രിക് ഫോർമാറ്റ് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വൺ വേരിയബിൾ എന്ന് പറയും. ഓക്കെ അല്ലെ? ഇനിയിപ്പോൾ എക്സും വൈയും വരുന്നുണ്ട്, രണ്ട് ആൾജിബ്രിക് ഫോർമാറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വൈയും സെഡും വരുന്നുണ്ട്, അല്ലെങ്കിൽ എയും ബിയും വരുന്നുണ്ട്. അങ്ങനെ രണ്ടെണ്ണം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താണ് പറയുക? അതിനെ ടു വേരിയബിൾ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വൺ വേരിയബിൾ ആണ്. വൺ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എക്സ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ വൈ മാത്രമായിരിക്കും, അല്ലെങ്കിൽ എ മാത്രമായിരിക്കും. ഒരു ആൾജിബ്രിക് ഫോർമാറ്റ് മാത്രം വരുന്നതിനെയാണ് വൺ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് സൊല്യൂഷൻ സ്പേസ് ആണ് ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ള കോർ ഏരിയ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ കോർ ഏരിയ ആണ് സൊല്യൂഷൻ സ്പേസ്. ഈ സൊല്യൂഷൻ സ്പേസിൽ ക്വസ്റ്റ്യനുകളിലായിട്ടും ടെക്സ്റ്റ് ബുക്കിലായിട്ടൊക്കെ വേറെയും ഒരുപാട് പേരുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഫീസിബിൾ റീജിയൻ എന്നും പറയും, ഏരിയ എന്നും പറയും. വേറൊരു പേരാണ് കോമൺ റീജിയൻ. ഈ 3 പേരുകളിലാണ് ഈ സൊല്യൂഷൻ സ്പേസ് അറിയപ്പെടുന്നത്. സൊല്യൂഷൻ സ്പേസ്, ഫീസിബിൾ റീജിയൻ, കോമൺ റീജിയൻ. ഇത് മൂന്നും സെയിം ആണ്. സൊല്യൂഷൻ സ്പേസ്, ഫീസിബിൾ റീജിയൻ, കോമൺ റീജിയൻ. ഓക്കെ അല്ലേ? ഇതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് ലീനിയർ ഇനിക്വാലിറ്റീസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദ സൊല്യൂഷൻ സ്പേസ്. ലീനിയർ ഇനിക്വാലിറ്റീസ് വൺ വേരിയബിൾ ആൻഡ് ദ സൊല്യൂഷൻ സ്പേസ്. വൺ വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് മാത്രം വരുന്നതാണ് വൺ വേരിയബിൾ. അത് ലീനിയർ ഇനിക്വാലിറ്റി ഞാൻ എക്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 2 കൂടുതലാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം അല്ലെ? ഇതിനാണ് ലീനിയർ ഇനിക്വാലിറ്റീസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി ലീനിയർ ഇനിക്വാലിറ്റീസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദ സൊല്യൂഷൻ സ്പേസ്. ഇതിന്റെ സൊല്യൂഷൻ സ്പേസ് ആണ് ഇനി ഞാൻ കാണാൻ വേണ്ടി പോകുന്നത്. സൊല്യൂഷൻ സ്പേസ് കാണുന്ന സമയത്ത് വൺ വേരിയബിളിന്റെ കേസായിട്ട് പറയുന്ന 2 വേരിയബിളും കൂടെ നമുക്ക് പഠിക്കാണ്ട്. വൺ വേരിയബിൾ കഴിഞ്ഞിട്ട് 2 വേരിയബിൾ നോക്കാം. 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ വൺ വേരിയബിൾ എന്ന് പറയുന്നത് 0ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2 നോർമൽ നമ്പർ ലൈൻ ഉണ്ടല്ലോ, ഇവിടത്തേക്ക് നെഗറ്റീവ് നമ്പേഴ്സും വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ലീനിയർ ഇനിക്വാലിറ്റീസ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ സൊല്യൂഷൻ സ്പേസ് ആണ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കുന്ന സമയത്ത്
ഗ്രേറ്റ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 2 കൂടുതലോ, 2 എന്ന് പറഞ്ഞാൽ ഇതല്ലേ, 2 2 കൂടുതലോ എന്നല്ല, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാണ്, ഇവിടെ ഏറോ മാർക്കും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സൊല്യൂഷൻ സ്പേസ്. ഈ 1 വേരിയബിളിന്റെ സൊല്യൂഷൻ സ്പേസ് ആണ് ഇത്. 1 വേരിയബിളിന്റെ സൊല്യൂഷൻ സ്പേസ് ആണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ 1 വേരിയബിളിനെ കുറിച്ചിട്ട് പറയാൻ. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലെങ്കിൽ ലെസ് ദാൻ 3 ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ 3 എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്പർ ലൈൻ വരയ്ക്കുക. 0 1 2 1 വേരിയബിൾ y മാത്രമേ വന്നിട്ടുള്ളൂ. 4 5 6 -1 -2 -3 -4 -5 ഇതാണ് നമ്പർ ലൈൻ. വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3നേക്കാളും കുറവാണ്. വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3നേക്കാളും കുറവാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരാം? 3 വരില്ല. 3നേക്കാളും കുറവെന്ന് പറയുമ്പോൾ 3ന്റെ തൊട്ട് മുന്നേ എന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതാണ് വൈൻ്റെ വാല്യൂ. ഇവിടെ എറോ കൊടുക്കുക. ഇതാണ് സൊല്യൂഷൻ സ്പേസ് അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ കോമൺ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 1 വേരിയബിളിന്റെ കേസ് വരുന്നത്. ഇനി 2 വേരിയബിളിൻ്റെത് അടുത്തതാണ് 2 വേരിയബിൾ. 2 വേരിയബിൾ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? എക്സും വൈയും വരും, അല്ലെങ്കിൽ എയും ബിയും വരും. ഇനി 2 എണ്ണം വരുന്ന സിറ്റുവേഷനാണ് നമ്മൾ 2 വേരിയബിൾ എന്ന് പറയുന്നത്. ഈ 2 വേരിയബിൾ വരുന്ന സമയത്ത് 2 വേരിയബിളിന്റെ ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇങ്ങനെ എന്തെങ്കിലും ഇക്വേഷൻ അല്ല, ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിൽ ഏതെങ്കിലും 4 സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് ഞാൻ എക്സും വൈയും വെച്ചിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ലീനിയർ ഇൻഇക്വാലിറ്റീസിന്റെ സൊല്യൂഷൻ സ്പേസ് അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ കോമൺ റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ എക്സും വൈയും ഉണ്ട്. അപ്പൊ ഞാൻ എക്സും വൈയും വരയ്ക്കണം, എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. ഗ്രാഫൊക്കെ വരയ്ക്കുന്ന പോലെ എക്സ് ആക്സിസും വൈ ആക്സിസും വേണം. ഓക്കെ അല്ല? അതിൽ എക്സ് ആക്സിസിന്റെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക, എക്സ് ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി വൈൻ്റെ അപ്പർ പോർഷനിലേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, വൈ ആക്സിസിന്റെ ബോട്ടം ഭാഗത്തിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നുണ്ടാവുക. അതിന്റെ ജസ്റ്റ് ബേസ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിൽ ഈ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ സൊല്യൂഷൻ സ്പേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നാണ് നോക്കുന്നത്. ഓക്കെ അല്ലേ? അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിന്റെ ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ അല്ലേ? ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഞാൻ ഫസ്റ്റ് എക്സിന് 0 കൊടുക്കണം. ഇതൊരു ഇക്വേഷൻ ആണെന്ന് സങ്കല്പിക്കുകയാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്നാണെന്ന് സങ്കല്പിക്കുക. ഗ്രേറ്റർ ദാൻ എന്നുള്ള മാറ്റിട്ട് ഈക്വൽ ടു ആണെന്നുള്ളൊരു അസൂഷൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് 0 എന്ന് കൊടുത്താൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും വരാം? 2 എന്നായിരിക്കും വരാം. വൈക്ക് 0 എന്ന് കൊടുത്താൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും വരാം? 2 എന്നായിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ 2 പോയിന്റ്സ് കിട്ടിയില്ലേ? ഒരു പോയിന്റ് 0,2ഉം അടുത്ത പോയിന്റ് 2,0. ഇങ്ങനെ 2 പോയിന്റ്സ് കിട്ടിയില്ലേ? ഈ 2 പോയിന്റ്സ് ഗ്രാഫിൽ മാർക്ക് ചെയ്യാം. ഗ്രാഫിൽ 0.2 എവിടെ വരാം? ഇവിടെ നമ്മളെപ്പോഴും ഗ്രാഫിൽ 2 പോയിന്റ്സ് എടുക്കുന്ന സമയത്ത് എക്സ് വൈ ആണ് വരാം. ഫസ്റ്റ് എക്സിന്റെ വാല്യൂ, രണ്ടാമത് വൈൻ്റെ വാല്യൂ ആണ് വരാം. അപ്പോൾ 0,2 എക്സിന്റെ വാല്യൂ 0 ആയപ്പോഴാണ് ഈ പോയിന്റിലാണ് എക്സിന്റെ വാല്യൂ 0 ആവാം. വൈൻ്റെ വാല്യൂ 2 എന്ന് പറയുമ്പോൾ ഇവിടെ. അപ്പോൾ ഈ പോയിന്റാണ് 0,2 എന്ന് പറയുന്നത്. ഈ പോയിന്റാണ് 0,2 എന്ന് പറയുന്നത്. ഓക്കെ അല്ല? ഇനി അടുത്തത് 2,0 ആണ്. എക്സിന്റെ വാല്യൂ 2 വരുമ്പോഴാണ് എക്സ് ആക്സിൽ 2 വരുമ്പോഴാണ് എക്സിന്റെ വാല്യൂ 2 വരുന്നത്. ഇനി വൈൻ്റെ വാല്യൂ 0 എന്നല്ല, വൈൻ്റെ വാല്യൂ പ്ലസ് 0 വരാം ഇവിടെ വരുമ്പോഴാണ്. ദാറ്റ് മീൻസ് ഇതാണ് 2,0 എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത്. അപ്പോൾ ഈ 2 പോയിന്റ് നമുക്ക് കിട്ടും. എക്സ് ആക്സിലും വൈ ആക്സിസിലും 2 പോയിന്റ് കിട്ടും. ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് വരയ്ക്കാനൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കില്ല, ബിക്കോസ് നമുക്ക് MCQ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ എക്സാമിന് ഗ്രാഫ് വരയ്ക്കുക, അതിങ്ങനെ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കാന്നൊന്നും പറയില്ല. ഞാൻ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറഞ്ഞു തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ അല്ല? ഈ ഗ്രാഫ് വരയ്ക്കാനൊന്നും എക്സാമിന് ചോദിക്കില്ല കേട്ടോ. ഈ ഗ്രാഫ് പഠിക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഗ്രാഫ് വരച്ചു. ഇനി അടുത്ത എന്താ? സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കുക.
രണ്ടാമത്തെ മെത്തേഡ് സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കാൻ. ഈ രണ്ട് മെത്തേഡാണ് നമ്മൾ സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ, അതിന്റെ ഷോർട്ട് കട്ട് കീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണ് നമ്മുടെ ഈ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ സ്പേസ് വരുന്നുണ്ടാവാം ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്കായിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ സ്പേസ് വരുന്നത് ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഓക്കെ അല്ലെ. ഇനി ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലോ സൊല്യൂഷൻ സ്പേസ് വരുന്നത് ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും. ഓക്കെ, ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗ്രാഫിന്റെ ഈ സെന്റർ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ? ഒറിജിൻ എന്ന് പറയാം. ഗ്രാഫിന്റെ സെന്റർ ഭാഗത്തിനാണ് ഒറിജിൻ എന്ന് പറയാം. ഇപ്പൊ ഈ വരച്ചിട്ടുള്ള ഗ്രാഫിൽ എന്താണ് തന്നിട്ടുള്ളത്? എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്കാണ് ഡയറക്ഷൻ വരുന്നത്. ഒറിജിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഒറിജിൻ. അപ്പൊ ഈ ലൈനിന്റെ ഒറിജിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്കാണ് സൊല്യൂഷൻ സ്പേസ് വരുന്നത്. ഓക്കെ അല്ലേ, ഈ ഭാഗത്തേക്കാണ് സൊല്യൂഷൻ സ്പേസ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഇക്വേഷൻ വരുന്നത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, ഇതല്ല തന്നിട്ടുള്ള ഇക്വേഷന്. ഫോർമുല എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും കൂടി ഒരു ഭാഗത്തേക്ക് ആക്കാം. സപ്പോസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് വൈ എന്നാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും കൂടി ഒരു സൈഡിലേക്ക് ആക്കും. ഞാൻ ഈ വൈ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ എക്സ് മൈനസ് വൈ ആണ് കൊണ്ടുവരുമ്പോൾ പ്ലസ് വൈ എന്നാവും. ഓക്കെ അല്ലെ, ഈ എക്സും വൈയും കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ അല്ലെ, ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം സപ്പോസ് എക്സിന്റെ കൂടെ 2 അല്ലെങ്കിൽ വൈന്റെ കൂടെ 3 എന്തുണ്ടായിക്കോട്ടെ, പക്ഷെ എക്സും വൈയും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്നതിന് ശേഷം ആ ഭാഗം 0 ആണെന്ന് അസ്യൂം ചെയ്യാം. ആ ഭാഗത്ത് 0 എന്ന് എഴുതാം. എക്സും വൈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് 0 എന്ന് എഴുതാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫാൾസ് അല്ലേ? ഫാൾസ് ആണ്. 0-നേക്കാളും ചെറുതാണ് 2 എന്നാണ് പറയുന്നത്. 0-നെക്കാട്ടി ചെറുതല്ലല്ലോ 2, 0-നെക്കാട്ടി വലുതല്ല. അപ്പോൾ ഇത് ഫോൾസ് അല്ലേ? ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഡയറക്ഷൻ പോകും. ഇനി ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ അല്ലേ? ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഭാഗത്തേക്ക് ഡയറക്ഷൻ വരും. ഇതാണ് അതിന്റെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവുക. ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാണെന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് വരുന്നുണ്ടാവുക. ഇത് എന്ത് ചെയ്താൽ മതി? ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ഇങ്ങനെയാണ് സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കുക. ഇതാണ് അതിന്റെ ഡയറക്റ്റ് മെത്തേഡ് കേട്ടോ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ തന്നാൽ നമ്മൾ അതിന്റെ സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലത്തെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് 1 വേരിയബിളിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0-നെക്കാട്ടും കൂടുതലാണെന്ന് അവർ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. 0 കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്തെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല പറഞ്ഞിട്ടുള്ളത്, വെറും ഗ്രേറ്റർ ദാൻ എന്ന് മാത്രമേ പറഞ്ഞത്. അപ്പൊ 0 കഴിഞ്ഞിട്ട് തൊട്ടടുത്തേന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടാണ് ഏറോ കൊടുത്തുള്ളത്, 0-നെക്കാട്ടി കൂടുതൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. എക്സിന്റെ വാല്യൂ 0 അല്ലെങ്കിൽ 0-നെക്കാട്ടി കുറവാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്ലിയർ 0 എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് ആരോ കൊടുത്തു. ഓക്കെ അല്ലേ? ഇതാണ് 1 വേരിയബിൾ വരുന്നത്. ഇനി 2 വേരിയബിൾ വരുന്നതാണ് ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ട് ഈ സൊല്യൂഷൻ സ്പേസ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. സബ്ജക്ട് ടു ദ കോൺട്രാക്ട്സ് 2x1 plus 6x2 less than 24, 6x1 plus 2x2 less than 24, x greater than or equal to 0, x2 greater than or equal to 0. ഇവിടെ അവർ എക്സിനും വൈക്കും പകരം എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? x1 x2 എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ x2 നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? y ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം ഗ്രാഫ് വരയ്ക്കാണ്. ഗ്രാഫ് വരച്ചു, മാർക്ക് ചെയ്ത് 1 2 3
4 5 6 മാർക്ക് ചെയ്തു. ഇവിടെ നെഗറ്റീവ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് x1 ആണെന്നും ഇത് x2 ആണെന്നുമാണ് എൻ്റെ അസംഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ x1 x2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ x1 ഉം x2 ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സൊല്യൂഷൻ സ്പേസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മളെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ സ്പേസ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ ആദ്യം ഗ്രാഫ് വരയ്ക്കുകയാണ്. ഫസ്റ്റത്തെ ഫോർമുലന്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഫസ്റ്റത്തെ ഫോർമുലന്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്. എക്സിന് 0 കൊടുക്കാണ്. എക്സിന് 0 എന്ന് കൊടുത്താൽ മൊത്തത്തിൽ 0 ആയി മാറി അല്ലെ? ഒരു വാല്യൂക്ക് 0 × 2 എന്ന് പറയുന്നത് മൊത്തത്തിൽ 0 ആയിട്ട് മാറുമല്ലോ. ആരെ എസൻസി കുറച്ച് ചെയ്ത് ശീലാവട്ടോ. ഇത് മൊത്തത്തിൽ 0 ആയെന്ന് മനസ്സിലായി. ഞാനാണെങ്കിൽ x2 എന്ന് പറയുന്നത് 6x2 = 24 ആണെന്ന് അസ്യൂം ചെയ്യുക. ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ x2 = 24/6 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ s2 = 4 എന്ന് വരും. അപ്പൊ എക്സിന് 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താണ്? 4 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഞാൻ അടുത്തത് x2ക്ക് 0 കൊടുക്കാണ്. x2ക്ക് 0 കൊടുക്കാണ്. x1ഉം x2ഉം x2ക്ക് ഞാൻ 0 കൊടുക്കണം. x2ക്ക് 0 കൊടുത്താൽ മൊത്തത്തിൽ ഇത് 0 ആയി. 6 × 0 എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 0 ആയി. അങ്ങനെയാണെങ്കിൽ 2x1 = 24 ആണ്. അങ്ങനെയാണെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ 24/2 × 2 = അങ്ങോട്ട് പോകുമ്പോൾ /2 ആവും. 24/2 എന്ന് പറയുന്നത് 12 എന്നായി. ഇപ്പൊ 2 പോയിന്റ്സ് എനിക്ക് കിട്ടി. 0,12ഉം 4,0യും. ഈ 2 പോയിന്റ്സ് ഞാൻ ഗ്രാഫിൽ മാർക്ക് ചെയ്യാണ്. ഈ 2 പോയിന്റ്സ് ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് 0,12 ആണ് ഫസ്റ്റത്തെ പോയിന്റ്. എക്സിന്റെ വാല്യൂ 0 ആണ് ഒറിജിനിൽ. ഇതിന്റെ വാല്യൂ x2ന്റെ വാല്യൂ 12 ആണ്. അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്യണേ. 2 4 6 8 10 12 ഇവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഇവിടാണ് 12. അപ്പൊ ഇവിടാണ് എന്ത് വരാം? 0,12 വരാം. 0,12 വരാം. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? 4,0 ആണ്. 4,0 ആണ് അടുത്ത പോയിന്റ് വരുന്നത്. 4,0. എക്സിന്റെ വാല്യൂ 4 ആണ്, വൈന്റെ വാല്യൂ 0. അപ്പൊ ഈ പോയിന്റിലായിരിക്കും വരുന്നുണ്ടാവുക 4,0. അപ്പൊ ഈ 2 പോയിന്റ്സ് കിട്ടിയില്ലേ? ഇതാണ് ഫസ്റ്റത്തെ ഗ്രാഫ്. ഫസ്റ്റത്തെ ഗ്രാഫ് ഞാൻ വരച്ചു. ഇനി അടുത്തതിന്റെ ഗ്രാഫ് വരയ്ക്കാണ്. അടുത്തത് 6x2 + 2x2 < 24 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. x1 ഉണ്ട്, x2 ഉണ്ട്. x1ന് ആദ്യം ഞാൻ 0 എന്ന് എടുക്കുമ്പോൾ മൊത്തത്തിൽ 0 ആയി. 6 × 0 എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 0 ആയി. അതിനാണെങ്കിൽ x2 എന്ന് പറഞ്ഞാൽ 24/2 എന്ന് വരും അല്ലെ? 24/2 എന്ന് പറഞ്ഞാൽ 12 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യാണ്? x2ന് 0 കൊടുക്കാണ്. x2ന് 0 കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഇത് 0 ആയി. അങ്ങനെയാണെങ്കിൽ 6x1 = 24. x1 = 24/6 എന്ന് വന്നു. x1 = 24 ആയിരിക്കും. ഈ 6 ഞാൻ ഇങ്ങോട്ട് കൊണ്ടായാൽ /6 എന്നാവും. ആണെങ്കിൽ x1 = 4 എന്ന് വന്നു. അപ്പൊ x2ന് 0 കൊടുത്താൽ x1ന്റെ വാല്യൂ 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 4 എന്ന് കിട്ടും. അപ്പൊ 2 പോയിന്റ്സ് കിട്ടിയില്ലേ? 0,4ഉം 12,0 ആണ് വന്നിട്ടുള്ളത്. ഇതാണ് 2 പോയിന്റ്സ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ എന്തായാലും ഗ്രാഫിൽ മാർക്ക് ചെയ്യാണ്. 0,4 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 0, x2ന്റെ വാല്യൂ 4. x2ന്റെ വാല്യൂ 4 വരുന്നത് ഈ പോയിന്റിലാണ്. അപ്പോൾ ഇവിടാണ് 0,4 വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത എക്സിന്റെ വാല്യൂ 12 ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ പോയിന്റ് മാർക്ക് 2 4 എന്നുള്ള ഗ്രാഫ് ആക്കാണ്. ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്. 2 4 6 8 10 12. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഗ്രാഫ് വരുന്നുള്ളത് ഫസ്റ്റത്തെ 4,0 ഇവിടെ വരും. ഗ്രാഫ് ഇങ്ങനെ പോകും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഇവിടെ 0,4 വന്നു, 12,0 വേണം. ഇവിടെയാണ് 12,0 വരുന്നത്. എക്സിന്റെ വാല്യൂ 12ഉം വൈന്റെ വാല്യൂ 0 വരുന്നത് ഇവിടാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഗ്രാഫും ഞാൻ മാർക്ക് ചെയ്തു. 2 ഗ്രാഫുകൾ ഞാൻ വരച്ചു. ഇനി അടുത്തത് ഈ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ 2 പോയിന്റ്സ്
ഓക്കെ അല്ലേ? ഇനി അടുത്തത് എനിക്ക് സൊല്യൂഷൻ സ്പേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷൻ സ്പേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂഷൻ സ്പേസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ഗ്രാഫിൻ്റെത് ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരിക? ഒറിജിൻ്റെ ഭാഗത്തേക്കാണ് ഗ്രാഫ് വരുന്നത്. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഒറിജിൻ്റെ ഭാഗത്തേക്കാണ് ഗ്രാഫ് വരുന്നത്. ഫസ്റ്റത്തെ ഗ്രാഫ് ഇതല്ലേ? ഇതാണ് ഫസ്റ്റത്തെ ഗ്രാഫ്, ഇതാണ് രണ്ടാമത്തെ ഗ്രാഫ്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഗ്രാഫിൻ്റെ അത് വരയ്ക്കുകയാണ്. ഫസ്റ്റത്തെ ഗ്രാഫിൻ്റെ ഒറിജിൻ്റെ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിരിക്കും ഷെയ്ഡ് വരുന്നത് അല്ലേ? ഒറിജിൻ്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് വരുന്നത്. ഒറിജിൻ്റെ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫ് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് വരും അല്ലേ? മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് ഷെയ്ഡ് വരും അല്ല. ഇനി അടുത്ത x2 ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x2ൻ്റെ ഗ്രാഫ് എങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും വരാം? ഒറിജിൻ്റെ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? ഈ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഇതിന് അപ്പർ പോർട്ടിലേക്ക് പോലല്ല, ഒറിജിൻ്റെ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും ഷെയ്ഡ് വരുന്നത്. ഇനി അടുത്തതാണ് എക്സ് ലെസ് ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0നേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞത്. x1ന്റെ വാല്യൂ പോസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നെഗറ്റീവിലേക്ക് പോവോ? x1ന്റെ വാല്യൂ നെഗറ്റീവിലേക്ക് പോവോ? ഇല്ല. അപ്പം നെഗറ്റീവിൻ്റെ ഞാൻ ഒഴിവാക്കി. ഇനി x2ന്റെ വാല്യൂ നെഗറ്റീവിലേക്ക് പോവോ? x2ന്റെ വാല്യൂ നെഗറ്റീവിലേക്ക് പോകില്ല. ദാറ്റ് മീൻസ് ഇവിടത്തേക്കും x1ന്റെ x2ന്റെ വാല്യൂ പോവില്ല എന്നാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. x1ന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, x2ന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. x1ന്റെ x2ന്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് വരുന്നത് ഏത് ഭാഗത്ത് മാത്രമാണ്? ഈ ഫസ്റ്റ് കോർഡിലേറ്ററിൽ മാത്രമാണ്. ഇവിടത്തേക്ക് വരുന്ന സമയത്ത് y-ന്റെ വാല്യൂ നെഗറ്റീവ് അല്ല, ഈ കോർഡിലേറ്ററിലേക്ക് വരുന്ന സമയത്ത് x-ന്റെ വാല്യൂ നെഗറ്റീവ് അല്ല, ഇവിടെ മൊത്തം x-ഉം y-യും നെഗറ്റീവ് അല്ല. അപ്പൊ ഇങ്ങോട്ടേക്ക് വരില്ല. ഈ ഫസ്റ്റ് കോർഡിനേറ്റിൽ തന്നെയാണ് സൊല്യൂഷൻ സ്പേസ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എക്സ് ലെസ് ദാൻ 0, x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള ഈ രണ്ട് പോയിന്റ്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ രണ്ടെണ്ണത്തിന്റെ സൊല്യൂഷൻ സ്പേസ് കിട്ടി. പക്ഷെ ഇതിന് രണ്ടിനും കൂടി കോമൺ ആയിട്ട് വരുന്നത് ഈ ഏരിയ അല്ലേ? ഈ ഏരിയ അല്ലേ കോമൺ ആയിട്ട് വരുന്നത്? ഈ ലൈനിന്റെ അപ്പർ പാർട്ടിലേക്ക് ഗ്രാഫ് പോകാൻ വേണ്ടി പാടില്ലല്ലോ. ഈ തന്നിട്ടുള്ള ഗ്രാഫിന് മുകളിലേക്ക് പോകാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ ഇവിടുത്തത് എന്തായിട്ട് മാറും? ഈ റൈസ് ചെയ്ത് പോവും അല്ലേ? ഇനി ഈ ഗ്രാഫിനാണെങ്കിൽ ഈ ഭാഗത്തേക്ക് പറ്റില്ലല്ലോ. അപ്പൊ എന്താവും? ഇവിടുത്തതും ഈ റൈസ് ആയിട്ട് മാറും. ഈ പോർഷൻ മാത്രമാണ് ഷെയ്ഡഡ് ഏരിയ ആയിട്ട് വരുന്നത്. ഈ ഏരിയ മാത്രമാണ് സൊല്യൂഷൻ സ്പേസ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഷെയ്ഡ് വന്നിട്ടുള്ള ഏരിയ ഏതാണോ അതാണ് സൊല്യൂഷൻ സ്പേസ് എന്ന് വരുന്നത്. ഈ ഗ്രാഫിന്റെ ഒറിജിന്റെ ഭാഗത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ ഷെയ്ഡ് വരുള്ളൂ, അപ്പർ പാർട്ടിലേക്ക് പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാഫിന്റെ ഈ ഭാഗത്തതും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി ഇതിന്റെ ഈ ഭാഗത്തേക്ക് ഈ ഫസ്റ്റത്തെ ഗ്രാഫിന്റെ ഈ ഭാഗത്തേക്കും ഷെയ്ഡ് പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഈ ഭാഗം മാത്രമാണ് സൊല്യൂഷൻ സ്പേസ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ 2 വേരിയബിളിൽ സൊല്യൂഷൻ സ്പേസ് കാണുന്നത്. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് വരുന്നത്. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടും കോർ ആയിട്ടും വരുന്ന ഏരിയ ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. First question, an employer recruit experienced X and fresh workman Y for his firm under the condition that he cannot employ more than 9 people. X and Y can be related by the inequalities. എന്താ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എംപ്ലോയർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. എംപ്ലോയർ എന്ന് പറയുന്നത് ഓണർ. എംപ്ലോയർ എന്ന് പറയുന്നത് ഓണറാണ്, എംപ്ലോയി ആണ്. എന്തെന്ന് പണി എടുക്കുന്ന ആള്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ പണി എടുപ്പിക്കുന്ന ആളും എംപ്ലോയി എന്ന് പറഞ്ഞാൽ പണി എടുക്കുന്ന ആളാട്ടോ. തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ അറിയാലോ അല്ലെ? എംപ്ലോയർ പണി എടുപ്പിക്കുന്ന ആള്, എംപ്ലോയി പണി എടുക്കുന്ന ആള്. ഓക്കെ, പണി എടുപ്പിക്കുന്ന ആള് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഫ്രഷേഴ്സിനും സെലക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എക്സ് എന്നും ഫ്രഷേഴ്സിനെ വൈ എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടീഷൻ ദാറ്റ് cannot employ more than 9 peoples. എക്സും വൈയും കൂടി കൂട്ടുന്ന സമയത്ത്, എക്സ്പീരിയൻസിനും ഫ്രഷേഴ്സും കൂടി കൂട്ടുന്ന സമയത്ത് 9 കൂടാൻ വേണ്ടി പാടില്ല. കനോട്ട് എംപ്ലോയ് മോർ ദാൻ, മീൻസ് ലെസ് ദാൻ 9 എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ല, കനോട്ട് മോർ ദാൻ 9 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 9.
9 കൂടാൻ പാടില്ല. അപ്പൊ 9 ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് വരും. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഒന്നുകൂടി പറഞ്ഞു തരാം. Condition that he cannot employ more than 9 people's x and y can be related by inequality. X ഉം y ഉം ഇൻഇക്വാലിറ്റീസിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? രണ്ടും കൂടി കനോട്ട് എംപ്ലോയ് മോർ ദാൻ എക്സും വൈയും കൂടി കൂട്ടുന്ന സമയത്ത് 9 കൂടാൻ വേണ്ടി പാടില്ല. അപ്പൊ എക്സും വൈയും എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 9 കൂടാൻ വേണ്ടി പാടില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് വരും. ഓക്കെ അല്ലെ? എക്സും വൈയും കൂടി കൂട്ടുന്ന സമയത്ത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. എക്സും വൈയും കൂടി കൂട്ടുമ്പോൾ 9 കൂടാൻ വേണ്ടി പാടില്ല. എക്സിന്റെ വൈന്റെ വാല്യൂ 9 കുറവാണെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി. എക്സ് ഫ്രഷറും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും 0 അല്ലെങ്കിൽ 0 കൂടാം. അതാണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവാം അല്ലെങ്കിൽ 0 കൂടാം. വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആവാം. ഫ്രഷേഴ്സ് 0 ആവാം അല്ലെങ്കിൽ 0 കൂടാം. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. എക്സും വൈയും കൂടി കൂട്ടുന്ന സമയത്ത് 9 കൂടാൻ വേണ്ടി പാടില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന ഓൺ ദ ആവറേജ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ does 5 unit of work while a fresh one 3 unit of work daily, but the employer has to maintain an output of at least 30 unit of work per day. This situation can be expressed as എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ 5 യൂണിറ്റ്സ്, എക്സ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്, ഫ്രഷേഴ്സ് 3 യൂണിറ്റ്സ്, വൈ എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ്. ഇവരും രണ്ടുപേരും കൂടി കൂട്ടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 13 ആണ് പറഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 13. അപ്പൊ എന്താണ് 13 അറ്റ്ലീസ്റ്റ് 13 എന്ന് പറഞ്ഞാൽ മിനിമം 13 വേണം. അപ്പൊ 13 കൂടണം എന്നല്ല അർത്ഥം. എക്സും വൈയും കൂടി കൂട്ടുന്ന സമയത്ത് 13 അല്ലെങ്കിൽ 13 കൂടുതലോ വേണം. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 13. 13 കൂടുതലോ വേണം. ഇതൊക്കെ ജസ്റ്റ് ബേസിക് കോമൺ സെൻസ് ആണ് കേട്ടോ. നിങ്ങൾ ചിന്തിച്ചെടുക്കേണ്ടതാണ്. ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ വരും. ഇവിടെ അറ്റ്ലീസ്റ്റ് 13 എന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് 13 എന്ന് പറഞ്ഞാൽ 30 കൂടുതലോ 13 ഓർ മോർ എന്നല്ലേ? അറ്റ്ലീസ്റ്റ് 13 എന്ന് പറഞ്ഞാൽ 13 ഓർ മോർ. അപ്പൊ മോർ ദാൻ ഓർ ഈക്വൽ ടു x to 5x plus 3y greater than or equal to 13. മോർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, ലെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഞാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 13 എന്ന് പറഞ്ഞു അല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ വരാം 5x plus 3y greater than or equal to 13, x greater than or equal to 0, y greater than or equal to 0. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന്. The rules and regulations demand that the employer should employ not more than 5 experienced hand to 1 fresh one, and his fact can be expressed as. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ. എന്ത് ചെയ്തിട്ടുണ്ട്? റൂൾസ് ആൻഡ് എംപ്ലോയർ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ 5 ഫ്രഷേഴ്സിനെക്കാട്ടി കൂടാൻ പാടില്ല. എംപ്ലോയ് നോട്ട് മോർ ദാൻ 5 എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ടു 1 ഫ്രഷ് വൺ. 5 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഫ്രഷറിനേക്കാളും കൂടാൻ വേണ്ടി പാടില്ല. ഓക്കെ അല്ല? അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ എക്സ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ 5 കൂടാൻ വേണ്ടി പാടില്ല. നോട്ട് മോർ ദാൻ 5 എക്സ്പീരിയൻസ്ഡ് എന്നാണ് പറയുന്നത്. നോട്ട് മോർ ദാൻ 5 എക്സ്പീരിയൻസ്ഡ്. അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നോട്ട് മോർ ദാൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എന്നല്ല അർത്ഥം. നോട്ട് മോർ ദാൻ എന്ന് പറയുന്നത് ലെസ് ദാൻ എന്നല്ല അർത്ഥം. നോട്ട് മോർ ദാൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ. അപ്പൊ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. പിന്നെ 1 ഫ്രഷ് എന്നാണ് പറയുന്നത്. 1 ഫ്രഷ് 1 ആൻഡ് ഹിസ് ഫാക്ട് ക്യാൻ ബി 1 ഫ്രഷ് 1. വൈ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കണം. ഫ്രഷർ 1 ആണ് വേണ്ടത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ 5 കൂടാനും പാടില്ല. ഫ്രഷർ 1 ആവണം. ഓക്കെ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഈ 5 ഞാൻ 5 എന്ന് പറയുന്നത് 5 × 1 എന്ന് പറഞ്ഞാൽ സെയിം തന്നെയല്ലേ? അവിടെ × 1 ഉണ്ടെന്നുള്ള അസംഷന്. അങ്ങനെയാണെങ്കിൽ 5 ഞാൻ ഈക്വൽ ടു ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താവും? ഡിവൈഡഡ് ബൈ 5 എന്നാവും. ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക? 1 ആണ് ഉണ്ടാവുക. അപ്പൊ 5 ഞാൻ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്താവും? ഡിവൈഡഡ് ബൈ 5. ഇവിടെ 1 അല്ലേ? 1 എന്ന് പറഞ്ഞാൽ എന്താണ്? y അല്ലേ? അപ്പൊ എക്സ് ഡിവൈഡഡ് ബൈ 5
എക്സ് ഡിവൈഡഡ് ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. വണ്ണിന് പകരം ഞാൻ വൈക്ക് പകരം എന്ത് ചെയ്തു, 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 1ന് പകരം y എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് ഡിവൈഡ് ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് ആയി. എക്സ് ഡിവൈഡ് ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? എക്സ് ഡിവൈഡ് ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ 5 എന്ന് പറഞ്ഞാൽ ഈക്വൽ തന്നെയല്ലേ? ഇവിടെ സിമ്പിൾ നോക്കിയാൽ മതി കേട്ടോ. ഇവർ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്കിയെന്നുള്ളൂ. വൈക്ക് ഗ്രേറ്റർ ദാൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? വൈന്റെ ഭാഗത്തേക്ക് ഈ സിമ്പിൾ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, ഞാൻ ഓപ്ഷൻ ബി നോക്കുന്ന സമയത്ത് റോങ് ആണ് അല്ലേ? 5 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 5 ഫ്രഷർക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. അപ്പൊ ബി റോങ് ആണ്. ഓപ്ഷൻ സി നോക്കുന്ന സമയത്ത് ഓപ്ഷൻ എ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ബിക്കോസ് ഈ ഡിവൈഡഡ് ബൈ 5 ഞാൻ ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ 5 അല്ലേ? അപ്പൊ ഈ ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു കൂടെ വന്നാൽ ഇൻറ്റു 5 എന്നല്ല ആവാം. അപ്പൊ 5y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാവും. അതെന്നാണ് ഓപ്ഷൻ സിയും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ സിയും എയും ശരിയാണ്. എ ഓർ ബി എന്നാട്ടോ, എ ഓർ സി എന്നാട്ടോ ആൻസർ കീഴിലുള്ളത്. എ ഓർ സി. അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ദ യൂണിയൻ ഹവർ ഫോർബിഡ്സ് ഹിം ടു എംപ്ലോയ് ലെസ് ദാൻ 2 എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ടു ഈച്ച് ഫ്രഷ് പേഴ്സൺ. ദിസ് സിറ്റുവേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എംപ്ലോയ് ലെസ് ദാൻ 2 എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഫോർബിഡ്സ് എംപ്ലോയി 2ൽ കുറയുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പൊ എംപ്ലോയി 2 or 2ൽ കൂടുതലോ വേണം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി എന്താവണം, 2 or 2ൽ കൂടുതൽ വേണം. എക്സ്പീരിയൻസ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 2 or 2ൽ കൂടുതൽ. 2ൽ കുറയുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പൊ 2 or 2ൽ കൂടുതലോ ആവണം. എക്സ്പീരിയൻസ് ഫോർബിഡ്സ് എന്ന് പറയുന്നത് നിർത്തലാക്കിയിട്ടുണ്ട് കേട്ടോ. ദ യൂണിയൻ ഹവർ ഫോർബിഡ്സ് ഹിം ടു എംപ്ലോയ് ലെസ് ദാൻ 2 എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ടു ഈച്ച് ഫ്രഷ്. 2ൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയി 2ൽ കുറയുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പൊ 2ൽ കൂടുതൽ വേണമെന്നാണ് അർത്ഥം. അപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, പേഴ്സൺ ടു ഈച്ച് ഫ്രഷ് 1. ഫ്രഷ് എന്ന് പറയുന്നത് വൈ എന്താവണം, 1 ആവണം എന്നാണ് പറയുന്നത്. ഒരു ഫ്രഷർക്ക് 2ൽ കുറയുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പൊ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 1. ഇതാണ് 2 കണ്ടീഷന്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, ഈ 2 ഈക്വൽ ടുനും കൂടെ വന്നാൽ ഡിവൈഡഡ് ബൈ 2 എന്നാവും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ 1 ബാക്കിയുണ്ട്. 1ന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ എക്സ് ഡിവൈഡഡ് ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y. എക്സ് ഡിവൈഡഡ് ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y ആണ്. അപ്പൊ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ 2. ഓപ്ഷൻ ബി. ഓക്കെ അല്ലെ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഗ്രാഫ് ടു എക്സ്പ്രസ് ദ ഇൻഇക്വാലിറ്റി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ഈസ്. എക്സും പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. എക്സും വൈയും കൂടി കൂട്ടുന്ന സമയത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഗ്രാഫ് ഏതാണെന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരുമ്പോൾ എങ്ങനെ വരാം, ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും സൊല്യൂഷൻ സ്പേസ് വരുന്നുണ്ടാവും. ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും സൊല്യൂഷൻ സ്പേസ് വരുന്നത്. ഇത് ഒറിജിന്റെ ഓപ്പോസിറ്റ് അല്ലേ, അപ്പോൾ ബി അല്ല. ഇത് ഒറിജിന്റെ ഭാഗത്തേക്ക് തന്നെയല്ല സൊല്യൂഷൻ സ്പേസ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ സിയിൽ സൊല്യൂഷൻ സ്പേസേ ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഇവിടെ എക്സിന് 0 എടുക്കുന്ന സമയത്ത് എന്താ വരുന്നത്, വൈക്ക് 9 എന്ന് വരുന്നത്. അപ്പൊ 0,9 വരും. വൈക്ക് 0 എടുത്താൽ എക്സും 9 തന്നെ വന്നിട്ടില്ല. അപ്പൊ 0,9ന്റെ അവിടെ 0,9ഉം 9,0 ഗ്രാഫും ശരി തന്നെയാണ് കേട്ടോ. ആ രീതിയിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റണം കേട്ടോ. ഗ്രാഫ് 3ൽ സെയിം തന്നെയാണ്, ശരിയുമാണ്. പിന്നെ റീജിയൻ മാത്രം സൊല്യൂഷൻസ് റീജിയൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സൊല്യൂഷൻ സ്പേസ് ഓപ്ഷൻ എയിലാണ് കറക്റ്റ്. ഇതിവിടെ ലെസ് ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ലെസ് ദാൻ എന്നാണെന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് വരുന്നത്. ഇനി 4ാമത്തത്, ദ ഗ്രാഫ് ടു എക്സ്പ്രസ് ദ ഇൻഇക്വാലിറ്റി 5x + 3y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 13. 3ലും ഗ്രാഫ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് വൈക്ക് എന്തായിരിക്കും വരുന്നത്, എക്സിന് 0 കൊടുക്കുമ്പോൾ മൊത്തത്തിൽ 0 ആയി. അങ്ങനെ വൈക്ക്
3y ഈക്വൽ ടു 13 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് മീൻസ് 10 എന്ന് വരും. 0,10 എന്ന് വരും. ഇനി yക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് എന്തായിരിക്കും വരാം? ഇത് മൊത്തത്തിൽ 0 ആയി 5x ഈസ് ഈക്വൽ ടു 13 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് മീൻസ് 6 എന്ന് വരും. 13 ഡിവൈഡഡ് ബൈ 5 6 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതാണ് 2 പോയിന്റ്സ്. 0,10 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 6,0 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രാഫ് എന്താണ്? ശരിയാണ്. ഇനി അടുത്തത് എന്താണ്? സൊല്യൂഷൻ സ്പേസ്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ അല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒറിജിന്റെ ഓപ്പോസിറ്റിലായിരിക്കും ഗ്രാഫ് പോകുന്നത്. ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതാണ് ഒറിജിൻ വരുന്നത്. ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം ഗ്രാഫ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്? ഓപ്ഷൻ ബി റോങ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഒറിജിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ഡയറക്ഷൻ പോയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യന്, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ അല്ല, 7ാമത്തെ സബ് ക്വസ്റ്റ്യൻ കേട്ടോ, സോറി. The graph to express the inequalities y less than or equal to 1/2 x is indicated by y less than or equal to 1/2. ഇത് ഏതിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്? ഇതിൽ ഏത് ഓപ്ഷനാണ് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട്. ഇതിൽ 4 ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഗ്രാഫ് നോക്കേണ്ടി വരും. ഓക്കെ അല്ലെ? y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 x എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഇത് ഇൻറ്റു എക്സ് അല്ലേ? ഇൻറ്റു എക്സ് അല്ല. അപ്പൊ ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ എക്സ് എന്നാവും. അപ്പൊ ഞാൻ എക്സിന് വൈക്കോ 0 എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ 0 ആയിട്ട് മാറും അല്ലെ? ഞാൻ എന്ത് ചെയ്യാണ്? എക്സിന് വൈക്കും 1 എന്ന് കൊടുക്കാം കേട്ടോ. എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ വൈക്ക് എന്താ വരാ? 1/2 എന്നായിരിക്കും വരുന്നത് അല്ലെ? ഞാൻ എക്സിന് 1 എന്നാണ് കൊടുക്കുന്നത്. y ഈസ് ഈക്വൽ ടു 1/2 x എന്നാക്കി മാറ്റി. എന്റെ അസംഷനിൽ ഞാൻ ലെസ് ദാൻ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കി? ഈക്വൽ ടു എന്നുള്ള അസംഷൻ എടുത്തു. ഓക്കെ അല്ലെ? ഈക്വൽ ടു എന്നുള്ള അസംഷൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സിന് 1 എന്ന് കൊടുത്താൽ വൈക്ക് വരാം y ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1. ദാറ്റ് മീൻസ് y ഈസ് ഈക്വൽ ടു 1/2 എന്ന് വന്നു. ഓക്കെ അല്ലെ? എക്സിന് 1 കൊടുത്തപ്പോൾ 1/2 എന്ന് വന്നു. ഇനി എക്സിന് ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്. എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ 1/2 ഇൻറ്റു 2. 1/2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2/2 എന്ന് വരും. 2/2 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ അല്ലെ? ഇനി അടുത്ത ഞാൻ എക്സിന് 3 എന്ന് കൊടുക്കുകയാണ്. എക്സിന് ഞാൻ 3 എന്ന് കൊടുക്കുന്ന സമയത്ത് 1/3 ഇൻറ്റു 1/2 ഇൻറ്റു 3. അപ്പൊ 3 എന്ന് കൊടുക്കുമ്പോൾ 3/2 എന്ന് വരും അല്ലെ? ഇങ്ങനെ മെല്ലെ മെല്ലെ വൈൻ്റെ വാല്യൂ ഇൻക്രീസ് ആയി കൊണ്ടാണ് പോകുന്നത് അല്ലെ? അപ്പൊ ഞാൻ എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ 1/2. എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ 1. എക്സിന് 3 എന്ന് കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ 3/2. ഇനി 4 എന്ന് കൊടുത്താൽ വൈൻ്റെ വാല്യൂ 2 എന്ന് വരാം. അപ്പൊ ഇങ്ങനെ മെല്ലെ 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 ഇൻക്രീസ് ആയിട്ടാണ് പോകുന്നത് അല്ലെ? ഇതിന്റെ ഗ്രാഫ് പോകുന്നത് ഇങ്ങനെ. എക്സിന് 0 എന്ന് കൊടുത്താൽ വൈയും 0 തന്നെ അല്ലെ? അപ്പൊ ഒറിജിൻ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രാഫ് പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ അല്ല? അപ്പൊ ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ സിയും അല്ല. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും എന്തായാലും അല്ല. പിന്നെ അടുത്ത ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അടുത്ത ഓപ്ഷൻസ് ബിയും ഡിയും ആണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. ബിയും ഡിയിലും ഗ്രാഫിന്റെ ഷെയ്ഡ് വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒറിജിന്റെ ഭാഗത്തേക്ക് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി. ഇതിൽ ഏത് ഒറിജിന്റെ ഭാഗത്തേക്ക്? ഇതെല്ലാം ഒറിജിന്റെ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ലെഫ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ നോക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്, ലെഫ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ റൈറ്റ് പാർട്ടിലേക്കാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണെന്നെങ്കിൽ റൈറ്റ് പാർട്ടിലേക്കാണ് ഗ്രാഫ് വരുന്നതെന്നാണ് നോക്കുക. ഓക്കെ അല്ലെ? ഇതിപ്പോ ഒറിജിന്റെ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ റൈറ്റ് പാർട്ടിലേക്കാണ് ഗ്രാഫ് വന്നിട്ടുള്ളതെന്നാണ് നോക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. റൈറ്റ് പാർട്ടിലേക്ക് ഗ്രാഫ് വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. റൈറ്റ് പാർട്ടിലേക്കാണ് ഗ്രാഫ് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഇനി ഇങ്ങനെ ഗ്രാഫ് വരുന്ന സമയത്ത് ഒറിജിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓപ്പോസിറ്റ് ഭാഗം കേട്ടോ. ഇങ്ങനെ വരുന്ന ഗ്രാഫിലാണെന്നുണ്ടെങ്കിൽ അപ്പർ പാർട്ടിലേക്കാണെങ്കിൽ ഒറിജിന്റെ ഭാഗം, ലോവർ പാർട്ടിലേക്കാണെങ്കിൽ ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ് വരുന്നത്. ഇനി ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ താഴ് ഭാഗത്തേക്കാണ് ഗ്രാഫ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒറിജിന്റെ ഭാഗത്തേക്ക്, മുകൾ ഭാഗത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഒറിജിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എന്നാട്ടോ പറയാം. ഓക്കെ അല്ലേ?
ഇത് ഡൗട്ട് ഉള്ളവരൊക്കെ എഴുതിയെടുത്തിട്ട് പോകട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ തന്നെ 8ാമത്തെ സബ് ക്വസ്റ്റ്യന്. ഈ ഗ്രാഫ് വന്നിട്ടുണ്ട്. L1 5x plus 3y equal to 13. L2 കൊടുത്തിട്ടുണ്ട്, L3 കൊടുത്തിട്ടുണ്ട്, L4 കൊടുത്തിട്ടുണ്ട്. The common region shown in the diagram refers to. ഇതിൽ കോമൺ റീജിയൻ വരുമ്പോൾ നമ്മൾ ഏതാ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നുള്ളത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റത്തത് 5x plus 3y ആണ്. എല്ലാത്തിലും 5x plus 3y തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈക്വൽ ടു 13. L1 എന്ന് പറയുന്നത് ഈ ഗ്രാഫാണ്. L1 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒറിജിൻ്റെ ഓപ്പോസിറ്റിലേക്കല്ല ഡയറക്ഷൻ പോയിട്ടുള്ളത്. ഇതല്ല ഒറിജിന്. ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്കാണ് L1ന്റെ ഡയറക്ഷൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സൈൻ ആയിരിക്കും വരാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സൈൻ ആയിരിക്കും വരാം. വരുന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ എന്തായാലും അല്ലല്ലോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ എന്തായാലും അല്ല. ഓപ്ഷൻ ബിയോ ഓപ്ഷൻ സിയോ ആവാം. ഓപ്ഷൻ ഡിയിൽ ഗ്രേറ്റർ ദാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയോ അല്ല. ബിയും സിയും അവിടെ ഉണ്ട്. ഇനി നമുക്ക് L2 ചെക്ക് ചെയ്യാം. L2 എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫാണ് വരുന്നത്. ഈ ഗ്രാഫിന്റെ ഷെയ്ഡ് വരുന്നത് ഒറിജിന്റെ ഭാഗത്തേക്ക്, ഈ തായ് ഭാഗത്തേക്കാണ് ഗ്രാഫ് പോയിട്ടുള്ളത്. ഒറിജിന്റെ ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ L2ന്റെ സൈൻ എന്തായിരിക്കും വരാം? ലെസ് ദാൻ എന്നായിരിക്കും വരുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓപ്ഷൻ ബിയിലല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുള്ള. ഓപ്ഷൻ സിയിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല വന്നിട്ടുള്ള. അപ്പോൾ ഓപ്ഷൻ സിയും അല്ല, ഓപ്ഷൻ ബി ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ അല്ല? രണ്ടിലും L1 L2 കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. എന്നാലും നമുക്ക് L3 കൂടി ചെക്ക് ചെയ്യാം. L3യിൽ y ഈക്വൽ ടു x/3 ആണ്. y ഈക്വൽ ടു x/3 എന്ന് തന്നെ കൊടുത്തിട്ടുള്ളത്. L3 അല്ലേ? L3ന്റെ അപ്പർ പാർട്ടിലേക്കല്ല പോയിട്ടുള്ളത്. അപ്പർ പാർട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെയല്ല വന്നിട്ടുള്ളത്. അപ്പം മൂന്നാമത്തെ L3യും ശരിയായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ബിയിലാണ്. ഇനി L4 എടുക്കുന്ന സമയത്ത് L4ന്റെ ഗ്രാഫ് ഇതാണ്. ഒറിജിന്റെ ഭാഗത്തേക്കല്ല ഗ്രാഫ് പോയിട്ടുള്ളത്. അല്ല, തായ് ഭാഗത്തേക്കല്ല ഗ്രാഫ് പോയിട്ടുള്ളത്. തായ് ഭാഗത്തേക്കാണ് ഗ്രാഫ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഒറിജിന്റെ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അത് ബൈഹാർട്ട് പഠിക്കാനുണ്ടോ? പഠിച്ചതിന് ശേഷം മാത്രം കാണട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവേ. ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഒറിജിന്റെ ഭാഗത്തേക്ക്, ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്നാണെങ്കിൽ ഒറിജിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് 4 ശരിയായിട്ട് വരുന്നു. L1 L2 L3 L4 ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. ഈ ലാസ്റ്റത്തെ പറയുന്നത് എക്സും വൈയും പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് കോർഡിലേറ്ററിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ഇത് ഫസ്റ്റ് കോർഡിലേറ്റർ എന്നാണ് പറയാ. ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇങ്ങനെയാണ് നമ്മൾ പറയാം. ഇത് എക്സും വൈയും പോസിറ്റീവ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് കോർഡിലേറ്ററിൽ മാത്രമാണ്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് സൊല്യൂഷൻ സ്പേസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കോർഡിലേറ്ററിലാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യന്. A dietitian wishes to mix together 2 kinds of food so that the vitamin content of the mixture is at least 9 unit of vitamin A, 7 unit of vitamin B, 10 unit of vitamin C and 12 unit of vitamin D. The vitamin content per kg of each food is shown below. A, B, C, D. Food 1, food 2 കൊടുത്തിട്ടുണ്ട്. Assuming x unit of food I is to be mixed with y unit of food 2. The situation can be expressed as ഫുഡ് 1 എന്ന് പറയുന്നത് എക്സ് യൂണിറ്റ് ആണ്. ഫുഡ് 2 എന്ന് പറയുന്നത് വൈ യൂണിറ്റ് ആണ്. അപ്പൊ 2x, ഫുഡ് 1 2x ആണെങ്കിൽ ഇത് y ആയിരിക്കും. 2x plus y ആയിരിക്കും വരുന്നത്. ഇത് x plus y ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലെ? ഇത് x plus 2y ആയിരിക്കും വരുന്നത്. ഇത് 2x plus 3y ആയിരിക്കും വരുന്നത്. അതാണ് അവർ ഉദ്ദേശിച്ചുള്ളത്. ഫുഡ് 1 എന്ന് പറഞ്ഞാൽ x ആണ്, ഫുഡ് 2 എന്ന് പറഞ്ഞാൽ y ആണ് വരുന്നത്. ഓക്കെ അല്ലെ? ഇനി അടുത്തത് ഫസ്റ്റ് ഇതിൽ പറയുന്നുണ്ട് വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 9. അറ്റ്ലീസ്റ്റ് 9 എന്ന് പറഞ്ഞാൽ 9 or more എന്നല്ല അർത്ഥം. അറ്റ്ലീസ്റ്റ് 9 എന്ന് പറഞ്ഞാൽ 9 or more അല്ലെ? അപ്പൊ 2x plus y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 അല്ലല്ലോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9നേക്കാൾ കൂടുതൽ വേണമെന്നല്ല പറയുന്നത്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയോ അല്ലെങ്കിൽ ഓപ്ഷൻ സിയോ ആയിരിക്കും. ഓക്കെ അല്ലെ? ഓപ്ഷൻ ബിയിൽ 13 എന്നാണ് പറയുന്നത്. 13 അല്ലല്ലോ, 9 അല്ല വരുന്നത്. അപ്പൊ ഓപ്ഷൻ സിയോ ഓപ്ഷൻ ഡിയോ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓപ്ഷൻ ബിയിലോ ഓപ്ഷൻ ഡിയിലോ ആണ്
മത്സരത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 9 എന്ന് പറയുമ്പോൾ 9 ഓർ മോർ എന്നാണ്. 9 ഓർ മോർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് വരും. 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 സിയോ ഡിയോ ആവാനാണ് ചാൻസ്. ഇനി അടുത്ത വരുന്നത് 7 യൂണിറ്റ് ഓഫ് വിറ്റാമിൻ ഡി. 7 യൂണിറ്റ് ഓഫ് വിറ്റാമിൻ ഡി രണ്ടും കറക്റ്റ് ആണ്. അറ്റ്ലീസ്റ്റ് എന്നുള്ള സെയിം പ്രയോഗം തന്നെയാണ് വിറ്റാമിൻ ഡിയിലും വരുന്നത്. വിറ്റാമിൻ സിയിൽ 10 യൂണിറ്റ് ഓഫ് വിറ്റാമിൻ സി അല്ലെ, രണ്ടിലും ഗ്രേറ്റർ ദാൻ അതും അറ്റ്ലീസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ലെസ് ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി എന്നാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തതും കൂടി നോക്കാം. 12 യൂണിറ്റ് ഓഫ് വിറ്റാമിൻ ഡി. 12 യൂണിറ്റ് ഓഫ് വിറ്റാമിൻ ഡിയും കറക്റ്റ് ആക്കിയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. എക്സും വൈയും രണ്ടും ഫുഡ് 1ഉം ഫുഡ് 2ഉം 0യോ 0നേക്കാളും കൂടുതലോ വേണം. പോസിറ്റീവ് ആയിരിക്കണം എന്തായാലും. ഓക്കെ അല്ലേ. ഓപ്ഷൻ ഡി ആണ് അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഗ്രാഫ് ഓഫ് ദി ഇൻഇക്വാലിറ്റീസ് ആർ ഡ്രോൺ ബിലോ. L1 L2 L3 L4 കൊടുത്തിട്ടുണ്ട്. ഇനി ഇതില് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ബി സി. നമ്മൾ ഇതാണ് നേരത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് സെയിം മെത്തേഡ് തന്നെ കേട്ടോ. രണ്ടാമത്തെ ഈ ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റത്തെ ക്വസ്റ്റ്യനില് ലാസ്റ്റത്തെ 8ാമത്തെ ഈ ക്വസ്റ്റ്യൻ എഴുതിയില്ലേ, ഇതേ സെയിം പാറ്റേൺ തന്നെ കേട്ടോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതിൽ പക്ഷെ ഗ്രാഫ് വരുന്നത് ഈ ഭാഗമാണ് കേട്ടോ. ഫുള്ള് അപ്പർ പാർട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ഫുള്ള് ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ. ഫുള്ള് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുന്നത് ഓപ്ഷൻ സി അല്ല. അപ്പം തന്നെ നമുക്ക് വേഗം ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് L1 L2 വൈസ് നോക്കാം. L1 എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്കാണ് പോകുന്നത്. ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ ഗ്രേറ്റർ ദാൻ എന്നാണ് വരിക. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ഓപ്ഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ റോങ് ആണ്. ഓപ്ഷൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ ബിയോ ഓപ്ഷൻ സിയോ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത L2 നോക്കുന്ന സമയത്ത് ഇതാണ് L2ന്റെ ഗ്രാഫ്. ഇതും ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്ക് തന്നെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്ക് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വരേണ്ടത്. ഇത് ലെസ് ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി റോങ് ആണ്. ഓപ്ഷൻ സിയിൽ തന്നെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി L3 എടുക്കുന്ന സമയത്തും ഒറിജിന്റെ ഓപ്പോസിറ്റ് ആണ്. L4 എടുക്കുന്ന സമയത്ത് ഒറിജിന്റെ ഓപ്പോസിറ്റ് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. പിന്നെ ഈ തന്നിട്ടുള്ള ഈ ഗ്രാഫ് മൊത്തത്തിൽ ഫസ്റ്റ് കോർഡിനേറ്ററിൽ മാത്രമല്ല, പോസിറ്റീവ് ഭാഗത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ ഗ്രാഫ് പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റത്തെ ഈ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ കോമൺ റീജിയൻ സാറ്റിസ്ഫൈ ബൈ ദ ഇൻഇക്വാലിറ്റീസ് L1 L2 L3 L4 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇതിൽ ഏതിലാണെന്നാണ്. ഗ്രാഫ് 3 സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സൊല്യൂഷൻ സ്പേസ് മാത്രം നോക്കിയാൽ മതി. സൊല്യൂഷൻ സ്പേസിൽ ഫസ്റ്റത്തത് L1ൻ്റെത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഒറിജിന്റെ ഓപ്പോസിറ്റ് ആവണം. L1 ഒറിജിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആവാം. L1ൻ്റെതും ഓപ്പോസിറ്റ് ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്ക് തന്നെയാണ് ഗ്രാഫ് പോയിട്ടുള്ളത്. എയോ ബിയോ ആവാം. L2ൻ്റെത് സിൻ്റെത് L1ൻ്റെ ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും സി അല്ല. ഇനി അടുത്തത് L2യും പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. L2ൻ്റെ ഗ്രാഫ് ഇതാണ്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷന്. ഇതാണ് ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് L2 ലൈൻ. ഇതും ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. എയോ ബിയോ ആവാൻ ചാൻസ് ഉണ്ട്. L3 എക്സ് പ്ലസ് 3y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ L3യും ഒറിജിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇതാണ് L3. ഒറിജിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ വരും. ഇതാണ് L3. ഒറിജിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ വരും. എയോ ബിയോ ആവാൻ ചാൻസ് അപ്പോഴും ഉണ്ട്. ഇനി നാലാമത്തെ പറയുന്നത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ഒറിജിന്റെ ഭാഗത്തേക്കാണ്. ഇതാണ് L4 ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഒറിജിന്റെ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ ഡൗൺ പാർട്ടിലേക്ക് ഷെയ്ഡ് വരും. ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ ബിയിൽ L4 എന്ന് പറയുന്നത് ഇതാണ് ലൈൻ വരുന്നത്. ഇതിന്റെ ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്കാണ് ഡയറക്ഷൻ പോയിട്ടുള്ളത്. ഇത് ലെസ് ദാൻ ആണെങ്കിൽ ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഡയറക്ഷൻ വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ. ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ റീജിയൻ ഇൻഡിക്കേറ്റഡ് ബൈ ദ ഷെയ്ഡിങ് ഇൻ ദ ഗ്രാഫ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഇൻഇക്വാലിറ്റീസ്. ഇതിൽ ഏത്
ഓപ്ഷനിലുള്ള ഏതാണ് ഈ ഇൻഇക്വാലിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാഫ് വന്നിട്ടുള്ളത് 2 2 4 4. ഇതിന്റെ ഡൗൺ പാർട്ടിലേക്കും ഇത് അപ്പർ പാർട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ഈ ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിൽ ഏത് ഇൻഇക്വാലിറ്റി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് x1 + x2 <= 2 ആണ്. ഈ ഫസ്റ്റത്തെ 2 വരുന്നത് x1 + x2 2 വരുന്നത് ഒറിജിന്റെ ഭാഗത്തേക്കല്ല ഷെയ്ഡ് പോയിട്ടുള്ളത്. ഒറിജിന്റെ ഭാഗത്തേക്കാണെങ്കിൽ ലെസ് ദാൻ അല്ല വരാം. ഓപ്ഷൻ എയിൽ ലെസ് ദാൻ ആണ്, ഓപ്ഷൻ ബിയിൽ ലെസ് ദാൻ ആണ്, ഓപ്ഷൻ സിയിൽ ഗ്രേറ്റർ ദാൻ ആണ്. എന്തായാലും ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡിയിലും ലെസ് ദാൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി L2 രണ്ടാമത്തത് ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഗ്രാഫ് പോയിട്ടുള്ളത്. ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നാണ് വരാം. ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നാണ് വരാം. ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എയിൽ ഗ്രേറ്റർ ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബിയിൽ ലെസ് ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി അല്ല എന്തായാലും. ഓപ്ഷൻ സിയിൽ ഗ്രേറ്റർ ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡിയിൽ ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും അല്ല, ഓപ്ഷൻ ബിയും അല്ല, ഓപ്ഷൻ സിയും അല്ല എന്നുള്ളത് കൺഫേം ആയി അല്ലെ? ഓപ്ഷൻ ബി അല്ലാന്നും ഓപ്ഷൻ സി അല്ലാന്നും ഓപ്ഷൻ ഡി അല്ലാന്നും കൺഫേം ആയി. ബാക്കി എന്താണുള്ളത്? ഓപ്ഷൻ എ മാത്രമേ ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. പിന്നെ ഈ തന്നിട്ടുള്ള ഗ്രാഫ് ഫുള്ള് ഫസ്റ്റ് കോർഡിനേറ്ററിൽ മാത്രമാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലെ? ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻഇക്വാലിറ്റി x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആർ റെപ്രസെന്റഡ് ബൈ വൺ ഓഫ് ദ ഗ്രാഫ്സ് ഷോൺ ബിലോ. ഇത് തന്നിട്ടുള്ളത് ഇതിൽ ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതില് ഫസ്റ്റ് കോർഡിനേറ്ററിലാണ് ഗ്രാഫ് വരാന്നാണ് അർത്ഥം അല്ലെ? രണ്ട് x1 x2 പോസിറ്റീവ് ആണ്. x1 x2 പോസിറ്റീവ് ആയപ്പോഴാണ് ഫസ്റ്റ് കോർഡിനേറ്ററിൽ വരുമ്പോൾ. ഇത് ഫസ്റ്റ് കോർഡിനേറ്ററിൽ അല്ലല്ലോ, രണ്ട് ഡയറക്ഷനിലേക്കാണ് ഗ്രാഫ് പോയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് കോർഡിനേറ്ററിലേക്കും സെക്കൻഡ് കോർഡിനേറ്ററിലേക്കാണ് പോയിട്ടുള്ളത്. ഇതും അതേപോലെ തന്നെ ഫസ്റ്റ് കോർഡിനേറ്ററിലേക്കും സെക്കൻഡ് കോർഡിനേറ്ററിലേക്കും ആണ് പോയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല, ഓപ്ഷൻ സിയും അല്ല, ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബിയിലാണ് എക്സിന്റെയും വൈന്റെയും പോസിറ്റീവ് ആയിട്ട് വരുന്നത്. എക്സിന്റെ വൈന്റെയും പോസിറ്റീവ് ആയിട്ട് ഫസ്റ്റ് കോർഡിനേറ്ററിലേക്ക് ഗ്രാഫ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യന്. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ തന്നെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ദ റീജൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ്, ഈ തന്നിട്ടുള്ള റീജന് ഈ ഓപ്ഷനിലുള്ള ഏതാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഇത് x1 x2 ആണ്. അപ്പൊ x1 x2 ഇവിടെ 1,0 ഇവിടെ 0,1 ആണ് വന്നിട്ടുള്ളത് അല്ലെ? അപ്പോൾ ഇവിടെ ഞാൻ x1ന് 0 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ x2 -1 അല്ലേ വരാം? x2 -1 അല്ലേ വരാം? x2ന് ഞാൻ 0 എന്ന് കൊടുക്കുമ്പോൾ x1ന് 0 കൊടുക്കുമ്പോൾ x2 -1 ആണ് വരിക. ഇനി x2ന് 0 കൊടുക്കുമ്പോൾ x1 -1 എന്നാണ് വരിക അല്ലെ? ഇവിടെ രണ്ട് പോസിറ്റീവ് 1 അല്ല വന്നിട്ടുള്ളത്, പോസിറ്റീവ് 1 അല്ല. അപ്പൊ എന്തായാലും ഓപ്ഷൻ എ അല്ല. ഇനി അടുത്ത ഷെയ്ഡ് പോയിട്ടുള്ളത് ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ ആയിരിക്കും വരുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി, ഡിയിൽ ലെസ് ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ തന്നെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ തന്നെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. ദ ഇൻഇക്വാലിറ്റീസ് -x1 + 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് ഇൻഡിക്കേറ്റഡ് ഓൺ ദ ഗ്രാഫ് ആസ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇൻഇക്വാലിറ്റീസ് -x1 + 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് ഇൻഡിക്കേറ്റഡ് ഓൺ ദ ഗ്രാഫ് ആസ്. ഈ തന്നിട്ടുള്ള മൂന്ന് ഗ്രാഫ് സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ഗ്രാഫിന്റെ കാര്യം നോക്കണ്ട. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഗ്രാഫിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്, ഗ്രാഫിന്റെ ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വരുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വരേണ്ടത്. ഗ്രാഫിന്റെ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ താഴെ ഭാഗത്തേക്കുമാണ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലെ? ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിലാണ്
ഒറിജിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒറിജിൻ്റെ ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ താഴെ ഭാഗത്തേക്ക് ഡൗൺ ഏരിയയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അപ്പർ പാർട്ടിലേക്കാണെന്ന് നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതിൽ ദ കോമൺ റീജൻ ഇൻഡിക്കേറ്റഡ് ഓൺ ദ ഗ്രാഫ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ സെറ്റ് ഓഫ് 5 ഇൻഇക്വാലിറ്റീസ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ. L1 എന്ന് പറഞ്ഞാൽ x2ന്റെ ഗ്രാഫ്, L2 എന്ന് പറഞ്ഞാൽ x1ന്റെ ഗ്രാഫും ആണ് കേട്ടോ. L1ഉം x2ഉം പോസിറ്റീവിലേക്ക് തന്നെയല്ല കാണിച്ചത്. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 രണ്ട് പോസിറ്റീവ് അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഓപ്ഷൻ സി എന്തായാലും അല്ല എന്നുള്ളത് അപ്പോഴേ കൺഫേം ആയി. ഇനി L3ന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് L3യുടെ ഗ്രാഫ് വരുന്നത്. L3ന്റെ ഗ്രാഫ് വന്നിട്ടുള്ളത് ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ല. ഇതാണ് ഒറിജിൻ എന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഗ്രാഫ് പോയിട്ടുള്ളത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വരേണ്ടത്. അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വരേണ്ടത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓപ്ഷൻ എ എന്തായാലും അല്ല. ഇതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി L4 നോക്കുന്ന സമയത്ത് L4ഉം ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഗ്രാഫ് പോയിട്ടുള്ളത്. ഒറിജിൻ ഇങ്ങോട്ടേക്കല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല. അപ്പോൾ എന്താണ് വരാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വരാം. L4ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വരാം. ഓക്കെ അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ശരിയാവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് L5ഉം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. L5 നോക്കുന്ന സമയത്ത് ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഡൗൺ പാർട്ടിലേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒറിജിന്റെ ഭാഗത്തേക്കാണ്, മുകളിലേക്കാണെന്നുണ്ടെങ്കിലാണ് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക്, ഒറിജിന്റെ ഭാഗത്തേക്കാണെങ്കിൽ ഡൗൺ ഏരിയയിലേക്കാണ് ഷെയ്ഡ് പോവുക. ഡൗൺ ഏരിയയിലേക്കാണ് ഷെയ്ഡ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്താ വരാ? ഒറിജിന്റെ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് വരാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു L5ലും ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും L5 ശരിയാണ്. പക്ഷെ ഇതിൽ ഓപ്ഷൻ സിയിൽ ഫസ്റ്റത്തെ രണ്ടെണ്ണം റോങ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ അല്ലെ. ഓപ്ഷൻ സിയിൽ L1ഉം L2ഉം റോങ് ആയതുകൊണ്ട് തന്നെ ബി ആണ് കറക്റ്റ്. നമുക്ക് ശരിക്കും ഇവിടെ L3 വരുമ്പോൾ തന്നെ ബി ആണ് ശരിയെന്ന് കൺഫേം ചെയ്യാം. ഞാനിത് റോങ് ആയത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതാണ് ഇവിടെ ടിക്കറ്റ് പോയത്. ഇത് റോങ് ആണെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മളിത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ട് റോങ് ആണല്ലോ, നമ്മളിത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. L3 അല്ലാത്തന്നെ ഓപ്ഷൻ എ നമ്മൾ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കി. ഓപ്ഷൻ സിയും അല്ല എന്നുള്ള നമുക്ക് കൺഫേം ആയി. അപ്പൊ ഓപ്ഷൻ ബി എന്നാണ് കറക്റ്റ് ആയിട്ട് വരാം. ഓക്കെ അല്ലേ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യന് എ ഫേം മേക്സ് 2 type of product, type A and type B. The profit on product A is 20 each and that on product B is 13 each. Both type are processed on 3 machine M1, M2 and M3. The time required in house by each product and total time available in hour per week on each machine are as follow. Machine 1, machine 2, machine 3 കൊടുത്തിട്ടുണ്ട്. The constraints can be formulated. Take x1 is equal to number of unit A and x2 is equal to number of unit B as A ലുള്ളതിന് x1 എന്നും B ലുള്ളതിന് x2 എന്നും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ. x1 plus x2 അവൈലബിൾ ടൈം, ടോട്ടൽ അവൈലബിൾ ടൈം 36, 15, 16 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് മുകളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റോറി മാതിരി നോക്കിയാൽ മതി കേട്ടോ. ഇതൊന്നും ശരിക്കും നമുക്ക് ക്വസ്റ്റ്യന് ആവശ്യമില്ല. ഇത് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ളൂ. ഇവിടെ 3x1 plus 3x2 36 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ല. അപ്പൊ എന്തായാലും ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബിയോ ഓപ്ഷൻ സിയോ ആണ് വരുന്നത്. നമ്മൾ റിലേഷൻഷിപ്പിന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മുകളിലേക്ക് നോക്കാം. അല്ലെ. മുകളിലത്തേത് പറഞ്ഞിട്ടുള്ളത് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രോഫിറ്റ് എ ഈസ് 20 each, ദാറ്റ് ഓൺ പ്രൊഡക്റ്റ് ബി ഈസ് 13 each. Both type are processed on 3 machine M1, M2. The time required in hour each product and total time available in hour in per week. Total time available ആണ്. അപ്പൊ ഈ 36 എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ടൈം ആണ്. ഈ 36, 15 അതേപോലെ തന്നെ 16 എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ടൈം ആണ് അവൈലബിൾ ആയിട്ടുള്ള, മാക്സിമം ടൈം അവൈലബിൾ. അപ്പൊ എന്തായിരിക്കും? 36 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിരിക്കും വരുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു
നമുക്കുള്ള സാധനം 36 അല്ലെങ്കിൽ അതിന് കുറവായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഓപ്ഷൻ സി അല്ല. ഓപ്ഷൻ ബിയിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല പറഞ്ഞില്ല, അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, 5x1 plus 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, 2x1 plus 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ഓക്കെ അല്ല, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പിന്നെ x1ഉം x2 0 ആവാം, അല്ലെങ്കിൽ 0നേക്കാളും പോസിറ്റീവ് ആവാം. പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും ഒന്നെങ്കിൽ 0 ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം, എന്തായാലും നെഗറ്റീവിലേക്ക് പോവില്ല. ഓക്കെ അല്ലേ. ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഇൻഇക്വാലിറ്റീസ് L1 x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, L2 കൊടുത്തിട്ടുണ്ട്, L3 കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റെപ്രസെന്റ് ബൈ, ഇതിൽ ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. L1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ L1 ഏത് ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നവർ സൊല്യൂഷൻ സ്പേസ് പോകുന്നുണ്ടാവാം, ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും സൊല്യൂഷൻ സ്പേസ് പോകുന്നുണ്ടാവാം. L1 എന്ന് പറഞ്ഞാൽ ഇത് സൊല്യൂഷന്റെ ഏരിയയിലേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. L1 എന്ന് പറഞ്ഞാൽ ഇത് സൊല്യൂഷന്റെ ഏരിയയിലേക്ക് തന്നെയാണ് സ്പേസ് പോയിട്ടുള്ളത്. ഇവിടെ L1 എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ ഏരിയയിലേക്കല്ല സ്പേസ് പോയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ സി അല്ല. ഓക്കെ അല്ല. ഇനി L2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറയുന്നത്. L2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വരുന്നത്. ലെസ് ദാൻ ആണ് ആയതുകൊണ്ട് തന്നെ ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട്. L2 ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇവിടെ L2 ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. എയും ബിയും ആവാനും ചാൻസ് ഉണ്ട്. ഇനി L3 നോക്കുന്ന സമയത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്ന സമയത്ത് ഒറിജിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഷെയ്ഡ് വരേണ്ടത്. അല്ല, ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് വരേണ്ടത്. ഇതാണ് L3. L3ന്റെ ഷെയ്ഡ് ഒറിജിന്റെ ഭാഗത്തേക്കല്ലല്ലോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ല പോയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇവിടെ L3 എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. x1ഉം x2ഉം പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ക്വാഡ്രിലേറ്ററിൽ തന്നെയാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ അവർക്ക് ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്ത് അടിച്ചിട്ട് വരും ഷെയ്ഡ് കൊടുക്കാമായിരുന്നു. പക്ഷെ x1ഉം x2ഉം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. The common region satisfy the set of inequalities x greater than or equal to 0, y greater than or equal to 0. L1 L2 കൊടുത്തിട്ടുണ്ട്, L3 കൊടുത്തിട്ടുണ്ട്. ഇത് ഏതാണ് ഇതിന്റെ കോമൺ റീജൻ സാറ്റിസ്ഫൈഡ് ആകുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. എക്സിന്റെ വൈന്റെ വാല്യൂ പോസിറ്റീവ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രിലേറ്ററിലായിരിക്കും എന്തായാലും സൊല്യൂഷൻ സ്പേസ് വരുന്നുണ്ടാവാം. ഇനി അടുത്ത് L1 ലെസ് ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. L1 ലെസ് ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് വരുന്നുണ്ടാവാം. ഒറിജിന്റെ ഭാഗത്തേക്കാണല്ലോ ഷെയ്ഡ്. L1 ഒറിജിന്റെ ഭാഗത്തേക്കാണല്ലോ ഷെയ്ഡ്. L1 ഒറിജിന്റെ ഭാഗത്തേക്ക് മാത്രമല്ലല്ലോ, ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് ഷെയ്ഡ് പോയിട്ടില്ല. എന്താ ഈ ഭാഗത്തേക്ക് ഷെയ്ഡ് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ സി എന്തായാലും അല്ല. ഓക്കെ അല്ലേ. ഇനി L2 നോക്കുന്ന സമയത്ത് ലെസ് ദാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഒറിജിന്റെ ഭാഗത്തേക്കാണ് L2ന്റെ ഗ്രാഫ് വരുന്നത്. ഇതാണ് L2, ഒറിജിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതാണ് L2, ഇത് L2 ആണ്. ഇതാണ് L2, ഒറിജിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ എയും ബിയും ആവാൻ ചാൻസ് ഉണ്ട്. ഇനി L3 വരുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് L3, ഒറിജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ ബിയിൽ ഇതാണ് L3, ഒറിജിന്റെ ഭാഗത്തേക്കാണ് ഷെയ്ഡ് പോയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷന് ഈക്വൽ അല്ല, പക്ഷെ തമ്മിലുള്ള റിലേഷന് എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കേട്ടോ. ഇനി അടുത്തത് സൊല്യൂഷൻ സ്പേസ്, ഫീസിബിൾ റീജിയൻ, കോമൺ റീജിയൻ എന്നൊക്കെ പറഞ്ഞാൽ സെയിം മീനിങ് തന്നെ വരുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഓപ്പോസിറ്റിലേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവും. ലെസ് ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഒറിജിന്റെ ഭാഗത്തേക്കായിരിക്കും ഷെയ്ഡ് പോകുന്നുണ്ടാവും. ഇത് മാത്രമേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. ആകെ ഈ ചാപ്റ്ററിൽ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. നല്ല വൃത്തിക്ക് പഠിച്ചു പോവാം. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. വേറെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.